ഹലോ, ഇന്നൊരു കല്യാണ വിശേഷങ്ങളാട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണ വിശേഷങ്ങൾ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്ക്. കുർബാനയൊക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ സ്ഥിരം വരുന്ന മാതിരി തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി കുർബാനയും കെട്ടും പരിപാടിയും കാണിച്ചു തരാം സൗഭാഗ്യമേകാ മണ്ണിനോട് ചേരാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന ശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ തമ്മിൽ കെട്ട് കഴിഞ്ഞു കേട്ടോ. കെട്ട് കഴിഞ്ഞെങ്കിലും വെള്ളം കുടിക്ക് മാത്രം വലിയ കുറവൊന്നുമില്ല. അടുത്ത ചോപ്പം എനിക്കും കൂടി ഒരു വേഷമുള്ള. നമ്മള് കുർബാന കുറച്ച് മറ്റേ കല്യാണത്തിന്റെ താലികെട്ടിൽ നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മളിങ്ങനെ റാഹേലൊക്കെ വന്നു. ജിനു പോയി എന്നാണ്ട് എല്ലാം അടിപൊളിയാ. സുഖല്ലേ? പിന്നെ വീഡിയോ ഒക്കെ അടിപൊളിയല്ലേ? ജിനു നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട് അല്ലേ? താങ്ക് യു. നമ്മുടെ സബ്സ്ക്രൈബർ ഫോളോവറാണ്. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഇൻസ്റ്റയിലും ഉണ്ട്. ആഹാ സിജപ്പ ഡൊമിനിക്ക് ഇത് നോക്കുന്നില്ലല്ലേ? കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടുന്ന് ഇനിയിപ്പോ പെണ്ണും ചെക്കനൊക്കെ വരാനുള്ള പരിപാടിയാണ്. ബീഫ് ബിരിയാണി, ചിക്കൻ സുർബിയാനി. ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണിയും ചിക്കൻ സുർബിയാനും. ഐസ്ക്രീം ഐറ്റങ്ങളൊന്നുമില്ല. ഐസ്ക്രീം ഉണ്ടാവുമായിരിക്കും. സാധാ ചോറുണ്ടാവും. ഇനിയാണോ ഇത് എന്ത് ഫ്ലവർ ഗൺ കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ ഇറങ്ങുമായിരിക്കുമല്ലേടി? പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പുറത്ത് വെയിറ്റിംഗ് ആണ്. നല്ല തെളിഞ്ഞ ആകാശം, തെളിഞ്ഞൊക്കെയാണ്. ഇന്നലൊക്കെ മഴ ആയിരുന്നു. ബട്ട് എന്നിരുന്നാലും എന്നെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് നല്ല കാലാവസ്ഥയിൽ നിന്നേക്കുന്നത്. അവന്റെ അനിയന്മാരോട്ടോ ഒക്കെ അട്ട തിരക്കിലാട്ടോ എല്ലാവന്മാരും. നോക്കിക്കേ നോക്കിയടാ, ഇടയ്ക്കൊക്കെ കാണുള്ളൂടാ അവന്മാരെയൊക്കെ. കൊടുക്കല് മാലയിടൽ ചടങ്ങുകളൊക്കെയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ക്യാമറാമാന്മാര് പറയൂ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളധികം ചെയ്യേണ്ട ആവശ്യമില്ല. 30 ദിവസം ഉണ്ടെങ്കിലേ 30 ദിവസം കല്യാണം തന്നെ ആയോണ്ടല്ലേ. അപ്പൊ പെണ്ണിന്റെ കൂട്ടരുടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ചെക്കന്റെ കൂട്ടരും ഉണ്ട്. അവരത് കോട്ടൊക്കെ ഇട്ടവന്മാരുണ്ട്. കോച്ചോ അതിനായിട്ട് നിനക്കത് കരച്ചു. പെണ്ണിന്റെ കൂട്ടര് കസിൻസും കാര്യങ്ങള്
എടാ, എന്നാലും നിങ്ങളെ ഡ്രസ് കോഡ് കൊള്ളാം കേട്ടോടാ. എല്ലാരും അല്ല നീ കൊള്ളാം. ചെക്കന്റെ ടീമാട്ടോ, ചെക്കന്റെ ടീമിന്റെ ഡ്രസ് കോഡും കാര്യങ്ങളാട്ടോ. ആഹാ. ചൊവ്വ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മള് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ചൊവ്വ? ഫുഡ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതെ, പക്ഷെ നമ്മളില് ക്രിസ്ത്യൻസിന്റെ ചൊവ്വ ഒരു 12 1 മണിയാവാതെ, അതായത് പള്ളിയിൽ കെട്ടി നമ്മൾ ഭക്ഷണം തരുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. പള്ളിയിൽ കെട്ടിയിരുന്നു, അത് കഴിയുമ്പോഴേ നമ്മള് ഭക്ഷണം കൊടുക്കുള്ളൂ. പക്ഷെ ഹിന്ദുസിന്റെ ഒരു 10 മണിയൊക്കെ മുഹൂർത്തൊക്കെ കഴിഞ്ഞ നേരത്താണ് ഭക്ഷണം. നമ്മള് ആ പരിപാടി ഇല്ല. നമ്മള് കെട്ട് കഴിഞ്ഞാലേ കൊടുക്കും. അങ്ങ് വിഷം അല്ല, അങ്ങ് വിശപ്പം ആക്കിയിട്ടേ തരുള്ളൂ. വയറങ്ങ് ദഹിപ്പിച്ചിട്ടേ തരുള്ളൂ കേട്ടോ. നീ കഴിച്ചോ? ഓക്കെ, വെള്ളങ്ങളുണ്ട്. നമുക്ക് പറയാം. കൊള്ളാട്ടോ. എടാ, എന്നെ മാത്രം എടുത്തോണ്ടിരിക്കണോടാ ഇവിടെ. ഇത് ശരിക്കും എന്താടാ? ബ്രോസ്റ്റൻ അല്ലേ? ഒറിജിനല്ലോ അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ചിക്കന് ഇങ്ങനെ അമുക്കും എന്നിട്ട് പൊരിക്കും. അപ്പൊ കൊറേ എല്ല് വേണ്ടി വരും. കൊറേ എല്ലാം വേണ്ട, കൊറേ ഇറച്ചി മതി. എന്നിട്ട് എല്ലിലേക്ക് എടുത്തിട്ട് മുക്കി എടുക്കുന്നത്. അങ്ങനെയോ? എല്ലൂക്കല്ല, പൊരിച്ച സാധാ പോലെ ഇറച്ചി ലൂസാക്കും. ഇങ്ങനെ കുത്തി ലൂസാക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ട പോലെ വരും. എടാ ചെറിയ നീ ലുക്കായിട്ടോടാ. ഇത് നീ ഇപ്പൊ ലുക്ക് ഒരു മാസ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ എല്ലാരും. സ്റ്റേജിലെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു വെയിറ്റിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് എല്ലാരും. എവിടെ പോയാലും കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറെ കൂറ ഫ്രണ്ട്. അതിന്റെ എത്തി കേട്ടോ. They are proud. Today is not just a union of two people, it's also the joining of two families and a chance for all of us to witness a new chapter filled with love, laughter, and lifelong memories. And now, ladies and gentlemen, the moment we've all been waiting for. Please put your hands together to welcome a wonderful couple, Anishim and Alexis. Let's all welcome our handsome groom and gorgeous bride. ആൽബിച്ച അങ്ങനെ ഒരു മടി രഞ്ജുവനെ. First, let me invite the parents of the groom, Thomas Uncle and Gypsy Andy. And it's my pleasure to welcome his brother, Alan Thomas, who has completed his MBA from. ചെക്കൻ്റെ അനിയൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോയൊക്കെ കൊടുത്ത് Let's now invite അവരുടെ the ഫാമിലി family of ആട്ടോ. the bride. ആദ്യം ചെക്കൻ്റെ ഫാമിലിനെ അവര് വെൽക്കം ചെയ്തിട്ടുണ്ട്. And I would also like to welcome her dear sister Alicia Matthew, who is currently pursuing her MBA from Crystal Jayanti College, Bangalore. Please welcome to the stage. പിന്നെ ഒരു കേക്ക് കട്ടിങ് സെറമണി വരെയൊക്കെ പോവാം. കേക്ക് കട്ടിങ്
And the അടുത്ത celebration. കേക്ക് കട്ടിങ് സെറമണി ആട്ടോ. As you share the cake, we wish and hope that your life is a sweet as cake. ചേട്ടനും ചേച്ചിയും കേക്ക് കൈമാറാൻ പോവാണ്. അപ്പോൾ നല്ലൊരു കൈ കൊടുക്കും. വൈൻ കുടിക്കുന്ന ഇതാണ് വൈൻ സെറമണി.
എടാ ഞങ്ങളേ സിജോപ്പ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാ കേട്ടോ. നീ ഭക്ഷണം കഴിച്ചോ? ഇത്ര പെട്ടോ? ഓക്കെ, എന്നാ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാം. വാ നീ ഭക്ഷണം കഴിക്കണ്ടേ? വാ, നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചോ കേട്ടോ. ഉള്ളിലെ പ്രോഗ്രാം ഒക്കെ ഒരു ഇതൊക്കെ ഒതുങ്ങിയേ ഇല്ലേ സിജോപ്പ? ഇനി നമ്മള് ഭക്ഷണം കഴിച്ചോ. എന്തൊക്കെയാ ഭക്ഷണങ്ങൾ എന്തോ നോക്കാട്ടോ. എടാ എന്താ ഉള്ള മോനെ? ആഹാ, നീ എനിക്കൊരു അപ്പം ഇട്ടോ. താങ്ക് യു. എടാ അത് മതി. ഇത് താറാവ് ഗ്രേവി. അന്ന് താറാവ് ഗ്രേവി പോരോട്ടെ. താറാവ് ഗ്രേവി പോന്നോട്ടെ. അവന്റെ താറാവ് ഗ്രേവി കിട്ടോളാ. അത് വെറൈറ്റിയോ? താറാവ് ഇട്ടോട്ടെ. ഓക്കെ, താങ്ക് യു. സിജോപ്പ താറാവ് എങ്ങനെ? നല്ല ടേസ്റ്റ് ഉണ്ട്, ജ്യൂസി ആയിട്ടുണ്ട്. കഴിച്ചോ. ഞങ്ങൾ ആദ്യം താറാവും അപ്പം കഴിച്ചു. ഇനി അടുത്തതിലേക്ക് നോക്കട്ടെ എന്തൊക്കെയാ. ഇനി എന്താ വേണ്ട നമുക്ക്? ബിരിയാണി ആക്കാം. ബിരിയാണിന്റെ വിശേഷം. ഞങ്ങൾ ആദ്യം താറാവും ഇതും കഴിച്ചു. ഇനി ഞങ്ങൾക്ക് ബീഫ് സുർമിയാനിയാണ്. അതൊന്ന് കഴിച്ചു നോക്കാം, ഉഷാറാക്കാം. ഇത് ബീഫ് സുർമിയാനി അല്ലേ? കുറച്ചിട്ടാ മതിടാ മോനെ. ഓക്കെ, താങ്ക് യു. സുജോപ്പനും കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം നല്ലൊരു സ്മൂത്തി ആയിട്ട് അല്ലേ, സുഖമായിട്ട് ഇറങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെക്കന്മാരൊക്കെ കൊള്ളാം. അതാകുമ്പോൾ നമ്മൾ പറയുമ്പോൾ സാധനം തരുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോ താറാവിന്റെയും വെള്ളപ്പം കഴിച്ചു. പിന്നെ ബിരിയാണി സുറുമിയായി കഴിച്ചു. ചിക്കൻ ബിരിയാണി കൂടെ രണ്ടും നമുക്ക് ഉഷാറായിട്ടാണ്. ഇവിടെ കുറച്ച് മതിയടാ പറഞ്ഞ ഒരു ചെറിയ കഷ്ണം മതി. നല്ല സർവീസ് ആട്ടോ ഒരു. പിന്നെ സൂപ്പർ നല്ല കസ്റ്റമർ ഡീലിംഗ് ആണ്. അടിപൊളി തന്നെ കഴിച്ചത്. ഏറ്റവും അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണി മീൻസ് സുർബിയനിലും മറ്റേ ബിരിയാണിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വെള്ളപ്പത്തിൽ എല്ലാം കൂടെ താറാവൊക്കെ നോക്കുമ്പോൾ ബിരിയാണിനെ ഏറ്റവും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ചെക്കൻ അടുത്തത് ഇടാൻ പോകുന്നത് പൊരിച്ച പത്തിരി. അവിടെ പൊറോട്ട വേണ്ട, ഞാൻ താറാവില്ല. ഏത് റൊമാൻ റൊട്ടി ഒരു ചെറിയ പീസ് ഇട്ടാ മതി. അത് ഇട്ടാ മതി. അവന് വേണ്ട. എടാ നീ മോനെ ആ താറാവ് കിട്ടോ. താറാവും കൂടി ആവുമ്പോഴേക്കിനും ഇത് ഹെവി ആവും. ഉഷാറല്ലേ ഭക്ഷണം? നല്ല ടേസ്റ്റ് അല്ലേ? മോനെ കുറച്ച് താറാവ് കൂടെ ഇട്ടേക്കേ. ഒരു ഭക്ഷണമാ. ഓക്കെടാ, താങ്ക് യു. താറാവും ഞാനും വയറ് ഫുള്ളായതുകൊണ്ട് റൊമാലി ഒന്ന് നോക്കി നോക്കാം. ഞാൻ നല്ലൊരു താറാവ് പറയുന്നേട്ടത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല മുളകൊക്കെ ഇട്ട് നല്ലൊരു ഗ്രേവി താറാവ് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് പാലം ട്രൈ ചെയ്യാം. കൊള്ളാം. എന്റെ വീട് റീച്ച് കിട്ടുവോ? മനസ്സ് നീ എന്താ പാലട എടുക്കായിരുന്നത്? ഐസ്ക്രീം മതി. എടാ പക്ഷെ പാലട കൊള്ളാം. ഗിഫ്റ്റ് ഒക്കെ ആയിട്ടോ. അമ്പോ ഗ്രേറ്റടാ. എന്റെ ഫ്രെയിം ആണത്. എടാ പ്ലക്കോച്ച വാ. പ്ലക്കോച്ച ലുക്ക് പ്ലക്കോച്ച നീ തന്നെ കേട്ടോടാ. എന്താ ക്യാമറ കട്ട വെയിറ്റിംഗ് ആട്ടോ. ഇവിടെ നല്ല തിരക്കായി പോയി കുറച്ച് നേരത്തേക്ക്. എല്ലാരും വരും കേട്ടോ. എന്നാ മുന്നിലേക്ക് വന്നോ വയറിലാണെങ്കിൽ.
എടാ നീ എവിടെ നിൽക്കുന്നത്? ഇതിപ്പോ ഓവറോൾ ഉഷാറല്ലേ? കളറായിട്ടുണ്ട് കേട്ടോ. അല്ലടാ ഫോട്ടോ അതെന്റെ നിങ്ങൾ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ എടാ നീ ഇത് എന്താ ചെയ്യാൻ പോന്നേ? ഐസ്ക്രീം കൊണ്ട് പാലട ആ അപ്പൊ മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമും പാലടയും കൂടെ ഒരു മിക്സ്. എന്റെ അയ്യനെ ചെക്കൻ ഐസ്ക്രീമും പാലടയും കൂടി മിക്സ് ചെയ്തിട്ട് അത് മതി മോനെ. രണ്ടും കൂടെ മിക്സ് ചെയ്യാം. എടാ ഇവനെ നീ ഇതിനു മുന്നേ കുടിച്ചിട്ടുണ്ടത്? ഇങ്ങനത്തെ വെറൈറ്റിയിലേ നോക്കണേ. എന്തില്ലേലും എടാ ഇത് ശരിക്കും മിക്സ് ചെയ്യണം അല്ലേ? സെറ്റ് സാധനം എന്നിട്ട് തണുപ്പോടെ കഴിക്കണം. ആ തണുപ്പോട് കൂടി കഴിക്കണം അല്ലേ? ഐസിനെ ചൂടോട് സോറിടാ സിജോപ്പ അടുത്ത് കൊള്ളാം. ഇത് കൊള്ളാട്ടോ. സംഭവം കൊള്ളാം. എടാ ഇത് ഇത് കൊള്ളാം. വേണ്ട ഇത് കൊള്ളാട്ടോ. ഇതായിരുന്നു ആന്റോയുടെ കല്യാണ വിശേഷങ്ങള്. എല്ലാം ഓവറോള് കളറായിട്ടുണ്ട്. എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ. ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിൽക്കിക്കോട്ടോ.